എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 15-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ ജൂൺ 15-ാം തീയതി ഞായറാഴ്ച റിസൾട്ട് വരും. അതിനുശേഷം ജൂൺ 16, 17 തീയതികളിലായിട്ടായിരിക്കും വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ, ആ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണെന്നത് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര മണിക്കാണ് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ 15-ാം തീയതി ഏകദേശം വൈകുന്നേരം 6 മണിയോടെയായിരിക്കും നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 16, 17 തീയതികളിലായിട്ടായിരിക്കും അഡ്മിഷൻ. അത് ജൂൺ 15-ാം തീയതി വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ അതിനു മുമ്പായിട്ട് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിലും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആദ്യം കിട്ടിയ സീറ്റ് എവിടെയാണോ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ, അതായത് അതുവരെ ടെമ്പററിയിൽ തുടരുന്ന വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷനായിട്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ടെമ്പററി അഡ്മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നത് അത് മുഖ്യഘട്ടത്തിലെ റാങ്ക് ലിസ്റ്റ് 1, 2, 3 അലോട്ട്മെൻറ്റിന് മാത്രമാണ്. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ആ ഒരു അപേക്ഷകരുടെ ആ ഒരു എണ്ണവും അവരുടെ WGPയും അനുസരിച്ചുകൊണ്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വേറെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണെങ്കിൽ അതിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 3 ലിങ്കുകളാണ് ആ ഒരു സമയത്ത് കാണാൻ പറ്റുക. ഒന്നാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള 3 ലിങ്കുകളാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ 3 വിഭാഗത്തിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ 3 ലിങ്കുകളും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല എന്നിവ നൽകുക. നിങ്ങളിപ്പോൾ SWSൻ്റേതാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലോഗിൻ ആ ഒരു ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അതുപോലെ സ്പോർട്സ് ആണെങ്കിലും MRS ആണെങ്കിലും അതിൻ്റെ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും മാത്രമാണ് കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് എവിടെയാണോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിലും നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക. ഇനി ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ളത്
അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കേണ്ടി വരും. ഇനി ചില വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എഡിറ്റ് ചെയ്ത് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും അപേക്ഷയിൽ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.